ഇതായിട്ട് നമ്മളെ AC എയർ കൂളർ റെഡി ആയി. അപ്പൊ നമ്മൾ അതിന്റെ വോയിസ് കാണിച്ചു തരാം. ഓണായി കാണി അടികള് നമ്മളെ വീട്ടിലെ റൂമിൽ വന്നിട്ട് വർക്ക് ചെയ്യിച്ചു നോക്കാം. അവിടെ നമുക്ക് 18.7 നമ്മൾ ഓപ്പൺ പ്ലേസിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ 16 ആക്കി കാണിച്ചിരുന്നു പറഞ്ഞിട്ടുണ്ട്, പക്ഷെ 13.7 ആയി. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ എവിടെ നിന്നാലും ചൂടാണ്. നാട്ടിലും വീട്ടിലും വീട്ടിന്റെ ഉള്ളിലും എവിടെ നിന്നാലും ചൂടാണ്. ഇപ്പൊ എന്തെങ്കിലും ചെറിയ തണുപ്പ് കിട്ടിയെങ്കിൽ എല്ലാവരും കരുതണ്. ഇപ്പൊ AC എല്ലാവർക്കും വാങ്ങാൻ കഴിയും, പക്ഷെ കറണ്ട് ബില്ല് ആർക്കും താങ്ങൂല. അത്രയും കറണ്ട് ബില്ല് AC വെച്ചാൽ വരിക. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾമെന്റിൽ നമുക്ക് AC കിട്ടും. EMI സംവിധാനത്തിലൂടെ കുറഞ്ഞ റേറ്റിൽ, അതായത് ₹1 കൊടുക്കാതെ തന്നെ AC കിട്ടും. പക്ഷെ ഈ കറണ്ട് ബില്ല് ആർക്കും താങ്ങൂലല്ലോ. അപ്പൊ കറണ്ട് ബില്ല് കുറച്ചൊരു AC കൂളറാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഏട്ടനാണ് നമ്മളപ്പോൾ ഉള്ളത്. ഏട്ടന ഒരു വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. കാരണം യൂട്യൂബിൽ പല രീതിയിലുള്ള കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതൊരു വെറൈറ്റി മോഡലാണ്. അപ്പൊ ഒരു 16 ഡിഗ്രി നമ്മൾ തെർമോമീറ്റർ വെച്ചിട്ട് കാണിച്ചു തരും. അതായത് അത്രയും കുറച്ച് നമ്മൾ വീടിന്റെ ഉള്ളിൽ കൂളാക്കിയിട്ട് കാണിച്ചു തരും. വീട് തണുപ്പിച്ചാൻ പറ്റിയ ഒരു കൂളറാണ്. അപ്പൊ ഏട്ടനാണ് നമ്മളെ സഹായിക്കുന്നത്. ഏട്ടൻ വെറൈറ്റി മോഡലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് കണ്ടുനോക്കിട്ടോ. അപ്പൊ ഇതിന് ആദ്യം വേണ്ടി ഇതേപോലെ ഒരു 6 ഇഞ്ചിന്റെ 18 വാട്ട്സ് എക്സോസ്റ്റ് ഫാന്, പിന്നെ അതേപോലെ തന്നെ ഒരു വയറ്, പിന്നെ ഇതാ ഒരു പ്ലഗ്, പിന്നെ ഒരു തെർമോക്കോളിന്റെ പെട്ടി. മരുന്ന് ഷോപ്പിലൊക്കെ പോയാൽ ഫ്രീ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഒരു ₹40 ₹50 കൊടുത്താൽ മതിയോ. പിന്നെ അതാ ഇങ്ങനത്തെ ഒരു പൈപ്പും. ഈ 3 സാധനം മാത്രം മതി കേട്ടോ. അപ്പൊ അതാ എക്സോസ്റ്റ് ഫാന് ആദ്യം ഇങ്ങനെ വെച്ചിട്ട് ഈ സൈഡിലാണ് വെക്കാൻ പോകുന്നത്. എല്ലാതും മുകളിൽ വെക്കല്. യൂട്യൂബിലെ കണ്ട് നമ്മൾ മുകളിൽ വെച്ചത് കണ്ടിട്ടുണ്ട്, പക്ഷെ അത് 20 ഡിഗ്രി തണുപ്പ് വന്നിട്ടുള്ളൂ. ഇത് 16 ഡിഗ്രി വരുന്ന ഏട്ടൻ പറഞ്ഞത്. ഏട്ടൻ്റെ ഒരു പ്രത്യേക ഒരു ഐഡിയ ആണ്. 20 ഡിഗ്രി വന്ന ഒരു സംഭവം ഉണ്ടാക്കിയത്. നമ്മളത് 16 ഡിഗ്രി തന്നെ. അതൊക്കെ മുകളിലാണ് എക്സോസ്റ്റ് ഫാൻ വെച്ചതും. ഇവിടെ പിന്നെ എയർ തള്ളണത് രണ്ടുപേരോടത്താണ്. പക്ഷെ ഇത് എക്സോസ്റ്റ് ഫാൻ നമ്മൾ ഇവിടെ വെക്കണം, ഈ സൈഡിൽ അല്ലേ, സൈഡിലെ അടിഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാം. ഈ ഒരു ഹോൾസിൽ നമ്മളെ എക്സോസ്റ്റ് ഫാന് ഇറക്കി വെക്കുക. ടൈറ്റ് ആയി നിൽക്കണ്ടോ? ടൈറ്റ് ആയില്ലേ? കറക്റ്റ് ടൈറ്റ്. നമ്മളെ എക്സോസ്റ്റ് ഫാൻ ഫിറ്റ് ചെയ്ത സൈഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട്, ഇത് ഒരു താഴെ ഭാഗത്താണ് എക്സോസ്റ്റ് ഫാൻ ഫിറ്റ് ചെയ്തത്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ മുകൾ ഭാഗത്താണ് നമ്മൾ തണുത്ത കാറ്റ് വരാൻ വേണ്ടി ചെറിയൊരു പൈപ്പ് ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു വലിപ്പമുള്ള ഹോളാണ്. അപ്പം നമ്മളൊരു 1.25 ഇഞ്ചിൻ്റെ പൈപ്പിന് കണക്കാക്കിയിട്ടാണ് ഈ ഹോൾ ഇട്ടിട്ടുള്ളത്. ഇതാ ഇവിടെ എക്സോസ്റ്റ് ഫാന് ഒരു താഴത്ത്, ഈ പെട്ടിയുടെ താഴത്ത് മുകൾ ഭാഗത്ത് തണുത്ത കാറ്റ് വരാനുള്ള ഹോള്. ഇവിടെ എക്സോസ്റ്റ് ഫാന് നേരെ ഓപ്പോസിറ്റ് തണുത്ത കാറ്റ് മുകൾ ഭാഗത്ത്. ഇത് താഴെ ഭാഗത്തും ഇത് മുകൾ ഭാഗത്തും ഇതുണ്ട്. തെർമോക്കോൾ ബോക്സിൻ്റെ ഈ ഭാഗത്താണ് എക്സോസ്റ്റ് ഫാൻ ഫിറ്റ് ചെയ്ത്. അതേ താഴെ ഭാഗത്ത് മുകൾ ഭാഗത്ത് ഇതാ നമ്മളെ തണുത്ത കാറ്റ് പോകാനുള്ള ഒരു പൈപ്പും ഫിറ്റ് ചെയ്തിട്ടോ. അപ്പോൾ നമ്മളെ കൂളറിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ ഐസ് നിറച്ചിട്ട് ഒന്ന് വർക്ക് ചെയ്യിക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിനൊരു പ്ലഗ് ഫിറ്റ് ചെയ്യണം കേട്ടോ. തെർമോക്കോളിൻ്റെ അകത്തുള്ള ചൂട് ഇതാ 34.4 ഡിഗ്രി കണ്ടിട്ട് കണ്ടില്ലേ. ഇതാ ഇതുപോലത്തെ ബോട്ടിലുകളിൽ വെള്ളം നിറച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി കട്ടാക്കി എടുക്കുക കേട്ടോ. നമ്മൾ ഈ ബോക്സിൽ എത്ര കുപ്പി കൊള്ളണു അത്രയും ഐസാക്കി എടുക്കുക കേട്ടോ. ഫ്രീസറിൽ വെച്ച് കണ്ട് ഐസാക്കി എടുത്താണ്. അങ്ങനെ ഒരു 6 കുപ്പി ഉണ്ട്. 6 കുപ്പി നേരെ വെക്കണ്ടി. അപ്പൊ ഇങ്ങനെയാണ് ഇത് വെക്കണ്ടി കേട്ടോ. ഇതിൽ ഉപ്പുവെള്ളമാകുമ്പോൾ ഒന്നും കൂടി ഉഷാറാവും, കാരണം പെട്ടെന്ന് ഒരുകൂല ഉപ്പുവെള്ളമാണെങ്കിൽ. അപ്പൊ നമ്മള് ഐസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരെ മൂടാം. വർക്കായിട്ടോ, വർക്കായി അല്ലേ. തണുത്ത കാറ്റുണ്ട്. കുറഞ്ഞു വരുന്നുണ്ട് ഞങ്ങള് 30 31 അങ്ങനെ കുറഞ്ഞു വരും കേട്ടോ. നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ടല്ലേ. ഇവിടെ കണ്ടില്ലേ, ഞങ്ങൾ തണുത്ത കാറ്റ്, റൂം തണുത്ത് വരും. 26 ഡിഗ്രി ആയി, 25 ഡിഗ്രി ആയി, തണുത്ത് വരും. 24 ആയി, 18.9 ആയി, 18.8 ആയി കേട്ടോ. 18.8 ആയി. റൂമിലാണെങ്കിൽ ഇതിലാണ് തണുക്കൂട്ടോ. ഓപ്പൺ പ്ലേസിനാണ് നമ്മള് എയർ കൂളർ വർക്ക് ചെയ്യിച്ചിട്ടുണ്ട്. നമ്മൾ AC എയർ കൂളർ നമ്മളെ വീട്ടിലെ റൂമിൽ വന്നിട്ട് വർക്ക് ചെയ്യിച്ചു നോക്കാം. എന്നിട്ട് എത്ര ഡിഗ്രി വരുന്നുണ്ട് നോക്കാം. റൂമിന്റെ ഉള്ളിലത്തെ താപനില ഉണ്ടല്ലോ ഇപ്പൊ നിങ്ങള് 31.89 ആ ലെവല്, 31.89 അങ്ങനെ മാറുന്നുണ്ട്. ഇനി നമ്മളെ AC എയർ കൂളർക്ക് വെച്ച് നോക്കിയാൽ കാണിച്ചു തരാം. മാറുന്നുണ്ട് ഒളി. ഇതാ ഇവിടെ വെച്ചു, തെർമോമീറ്റർ വെച്ചു. ഇനി അങ്ങനെ കുറഞ്ഞു വരും. 18.7 നമ്മൾ ഓപ്പൺ പ്ലേസിൽ എഴുതിയിട്ടുണ്ട്. കണ്ടില്ല നിങ്ങൾ, കുറഞ്ഞു വരുന്നു കണ്ടില്ലേ. 20.19 ആയി. അപ്പൊ നമ്മൾ റൂമിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം വരുന്നുണ്ട് നോക്കാം. കണ്ടില്ലേ. അപ്പൊ നമ്മൾ ഇത് നോക്കിക്കോളി, റൂമിൽ വെച്ച് ചെയ്യുമ്പോൾ എത്ര തണുപ്പ് വരുന്നുണ്ട് നോക്കിക്കോളി. ഇതാ 16 വരുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റൂമിൽ വെച്ച് ചെയ്താൽ 16 വരും. 16ലും കുറയും. 14.4 വന്നു, ഇനിയും കുറയും. അപ്പൊ റൂം തണുക്കാൻ ഇതുപോലെ കണ്ടില്ലേ നിങ്ങള്. ഇപ്പൊ ഓണാക്കിയ അപ്പൊ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ.
14.2 വന്നു തണുപ്പ്. അപ്പം നമ്മുടെ റൂമിൽ തണുപ്പാവും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ കൂളർ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. കണ്ടില്ലേ നിങ്ങൾ? 13.8 കണ്ടില്ലേ? നോക്കി 13.8 കണ്ടില്ലേ? തെർമോമീറ്റർ ഇവിടെ വെച്ച് നോക്കുകയാണ് 13.8 ആയി. ഞാൻ 16 ആക്കി കാണിച്ചിരുന്നു പറഞ്ഞിട്ടുണ്ട്, പക്ഷേ 13.8 ആണ് കാണുന്നത്. കണ്ടില്ലേ? 13.8 13.7 ആയി. ഇനിയും കുറേ നോക്കാം, നമുക്ക് എത്രത്തോളം കുറേ നോക്കാം. 13.8 13.6 ആ ലെവൽ തന്നെ ആയിട്ടുള്ളൂ. ഇപ്പോൾ കുറഞ്ഞു വരുന്നില്ല. അപ്പോൾ റൂം തണുക്കാൻ ഇതുപോലെ. അപ്പോൾ നമ്മൾ റൂം ഇത്രയും കൂളായി കിട്ടും. ഇത് കുറച്ച് സമയം ഓടി കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ നല്ല കൂളിംഗ് കയറും. AC എയർ കൂളർ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാണ്. ഇപ്പോൾ എല്ലായിടത്തും ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ റൂമൊക്കെ തണുക്കണമെങ്കിൽ ഈ ഒരു AC എയർ കൂളർ മാത്രം മതി. അപ്പോൾ നമ്മൾ അതിൻ്റെ വോയിസ് കാണിച്ചു തരാം. കണ്ടില്ലേ? ഇതിൽ ഓണായി കാണി കണ്ടിങ്ങൾ. അപ്പോൾ അതിന് നമ്മൾ ഇതിനുള്ളിൽ പുക നിറച്ചേക്കാണ്. നിങ്ങൾക്ക് അതിൻ്റെ വോയിസ് അറിയാൻ വേണ്ടി. കണ്ടില്ല നിങ്ങൾ? നല്ല വോയിസിലാണ് ഈ കൂളർ കറങ്ങണത്. കണ്ടില്ലേ? അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മളെ എയർ കൂളർ. അപ്പൊ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ കഴിയും അല്ലേട്ടാ? പിന്നെ അപ്പൊ നിങ്ങൾക്കും ഇതേപോലെ വീട്ടില് AC എയർ കൂളർ ഉണ്ടാക്കാം. ഈ തെർമോകോളിന്റെ ഒരു ബോക്സും എക്സോസ്റ്റ് ഫാനും ഈ ഒരു പൈപ്പും മാത്രം മതി കേട്ടോ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം. അപ്പൊ നിങ്ങളും ഇതേപോലെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിട്ടോ.